എല്ലാവർക്കും നമസ്കാരം. ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പരിപാവനമായ ഭക്തിനിർഭരമായ ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. വിശുദ്ധവാര ദിനങ്ങൾ, യേശുദേവൻ്റെ പീഡാസഹന കുരിശുമരണ ഉത്ഥാന ദിനങ്ങളിലെ ആ ഓർമ്മകൾ നെഞ്ചിലേറ്റി അത് അനുഭവ നിറവാക്കുന്ന വലിയ ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ ദേവാലയങ്ങളിലൊക്കെ തന്നെ വലിയ ഭക്തിനിർഭരമായിട്ടുള്ള ഒരുക്കങ്ങളാണ്. അതിന് നേതൃത്വം കൊടുക്കുകയാണ് വൈദികർ, ഇടയർ എന്ന് പറയുന്ന വൈദിക സമൂഹം. വിശ്വാസികൾ ഒരുക്കേണ്ടതുണ്ട്. പെസഹ വ്യാഴത്തിൻ്റെ തലേ ദിവസം ആണ്ടിലൊരിക്കൽ കുമ്പസാരിക്കുന്നതിനുള്ള അവസരമൊരുക്കുന്നു. പുറത്തുനിന്ന് വൈദികരെ കൊണ്ടുവരുന്നു. കിടപ്പ് രോഗികളുള്ള വീട്ടിൽ പോയി കുമ്പസാരിപ്പിക്കുന്നു. അവർക്ക് വിശുദ്ധ കുർബാന കൊടുക്കാനായിട്ടുള്ള ഇടപെടൽ ചെയ്യുന്നു. അങ്ങനെ ഈ ദിവസങ്ങൾ ഏറ്റവും ഭക്തി നിർഭരമായിട്ട്, ഏറ്റവും ഗൗരവമായിട്ട് ക്രൈസ്തവ വിശ്വാസികൾ ആചരിക്കുന്ന വിശുദ്ധ വാരദിനങ്ങൾ. മറ്റു മതസ്ഥരായിരുന്നാലും ഈ ദിവസങ്ങളെ വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടിയിട്ടാണ് കാണുന്നത്. അത്ര പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. അങ്ങനെയുള്ള ഈ ദിവസങ്ങളിൽ, ഈ പെസഹ വ്യാഴാഴ്ച ഈ രാത്രിയിലിരുന്ന് ഇങ്ങനെയൊരു വാർത്ത ചെയ്യേണ്ടി വന്ന എൻ്റെ ഗതികേട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവം? വിശ്വാസികളെ ഒരുക്കേണ്ട, ഭക്തിനിർഭരമായ ഈ ദിവസങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട വൈദികൻ, ഇടയൻ, അങ്ങനെ ഒരു വൈദികൻ, അങ്ങനെ ഒരു ഇടയൻ ചെന്നായയായി മാറിയാൽ എങ്ങനെയിരിക്കും? ചെന്നായ, ഞാനിത് പറയാൻ കാരണം ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇടയൻ, നല്ലിടയൻ്റെ കഥ. ഞാൻ വാതിലാകുന്നു, ആടുകളുടെ വാതിലാകുന്നു ഞാൻ. ആടുകളുടെ മണമായിരിക്കും നല്ല ഇടയന്. എന്നാൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഇടയന് ചെന്നായയുടെ മണമാണ്, ചെന്നായയുടെ മണം. എന്താണ് സംഭവം? ഈ ദിവസങ്ങളിലേക്ക് ഓരോ കുടുംബങ്ങളും കടന്നു ചെന്ന് അറിയാം, വലിയ ഭക്തിയുടെ നിറവിലാണ് ഈ ദിവസങ്ങൾ കൊണ്ടാടുന്നത്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ, കിടപ്പ് രോഗിയുള്ള കുടുംബത്തിൽ കുമ്പസാരിപ്പിക്കാനായിട്ട് കടന്നു ചെന്ന ഒരു നരാധമനായിട്ടുള്ള ഒരു ചെന്നായയുടെ സ്വഭാവമുള്ള ഒരു ഇടയൻ കുമ്പസാര ശുശ്രൂഷ കഴിഞ്ഞിട്ട് അവിടെയുള്ള പ്രായപൂർത്തിയാവാത്ത ബാലനെ, അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കറുത്ത പാട് അവൻ്റെ ഹൃദയത്തിൽ അവശേഷിപ്പിച്ചുകൊണ്ട് ആ കുട്ടിയെ പീഡിപ്പിച്ചു. അവൻ്റെ അച്ഛനും അമ്മയും വീട്ടിലില്ല. കിടപ്പ് രോഗികളായിട്ടുള്ള വയോധികരായിട്ടുള്ള അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രം. അവിടെയാണ് ഈ വികാരി, ഈ ഇടവക വികാരി അതിക്രൂരനായിട്ടുള്ളൊരു ചെന്നായയായി മാറിയത്. വിശുദ്ധവാര ദിനങ്ങളാണെന്ന് ഓർക്കണം. മറ്റു മതസ്ഥർ പോലും വളരെ പരിപാവനമായി കാണുന്ന ദിവസത്തിലാണ് ഇതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദേവാലയത്തിലെ, ചാലക്കുടിക്കടുത്ത് കൊരട്ടിക്കടുത്തുള്ള ഒരു ഇടവകപ്പള്ളിയിലെ, കൊരട്ടിക്കടുത്തുള്ള ഒരു പ്രദേശത്തെ ഒരു ഇടവകപ്പള്ളി, ആ ഇടവകപ്പള്ളിയിലെ ഇടവക വികാരിയായിട്ടുള്ള റവ ഫാദർ ജോസഫ് കുടിയൻ, ഈ മാന്യനാണ് ഈ പരിപാടി ചെയ്തത്. ഈ മാന്യന്റെ പഴയ കാലഘട്ടത്തിൽ കടന്നാൽ ഇവനിപ്പോൾ 67 വയസ്സുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഒരു 3 വയസ്സ് പിറകോട്ടടിച്ച് കഴിഞ്ഞാൽ വരാപ്പുഴയിൽ ഒരു ഇടവകയിൽ വികാരിയായിട്ടിരിക്കുന്ന സമയത്ത് അവിടെ മേടയിലേക്ക് തൻ്റെ അച്ഛന്, തൻ്റെ വൈദികന് ഭക്ഷണവുമായി വന്ന ഒരു ബാലനെ ഇതുപോലെ തന്നെ മൃഗീയമായി പീഡിപ്പിക്കുന്ന പരിപാടി ചെയ്തു. അന്ന് ഇവനെതിരെ കേസെടുത്തു, പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ഇവനെ ആശുപത്രിയിൽ മെഡിക്കൽ ചെക്കപ്പിന് ഹാജരാക്കി, പറവൂരുള്ള ഒരു സർക്കാർ ആശുപത്രിയിൽ ഹാജരാക്കി കഴിഞ്ഞപ്പോൾ ഇവൻ തല ഇറങ്ങി വീണു. പിന്നീട് എങ്ങനെയാണ് ഇവൻ ഈ പറയുന്ന ഞങ്ങളുടെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നതെന്ന് ഒരു പിടിയുമില്ല. എന്തായിരുന്നാലും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, ഈ വിശുദ്ധ വാര ദിനാചരണത്തിൽ ആ പയ്യന്റെ അവസ്ഥയൊന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. എനിക്കൊരു സഭാധികാരികളോട് പറയാനുള്ളത് ഒന്നേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരു തവണ പറ്റിയ ഒരു വലിയ കൈപ്പിഴ, ആ കൈപ്പിഴ മനസ്സിലാക്കി ഇതുപോലെയുള്ള ജന്മങ്ങളെ, ആടുകളെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ചെന്നായ്ക്കളുടെ കുപ്പായം ധരിച്ചു വരുന്ന ഇതുപോലെയുള്ള ചെന്നായ്ക്കളായിട്ടുള്ള കുണ്ടൻ കത്തനാരുമാരെ അവരെവിടെയാണ് കൊണ്ടിരുത്തേണ്ടത്? ഈ സഭാധികാരികൾക്ക് ചിന്തിച്ചൂടെ? ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഭാശ്രേഷ്ഠന്മാരില്ലേ, ഈ വിഷയത്തിൽ ഇങ്ങനെയാണോ കയറൂരി വിട്ടിരിക്കുകയാണോ? ഈ പോലീസുകാരെ പണ്ട് ഇത് മാറ്റുന്നത് പോലെ ഇവിടെ നിന്ന് എടുക്കുന്നു, അപ്പുറത്തെ അതിർത്തിയിലേക്ക് മാറ്റുന്നു, അവിടെ നിന്ന് എടുത്ത് ഇപ്പുറത്തേക്ക് മാറ്റുന്നു. ഏത് പനിഷ്മെന്റ് കൊടുക്കുന്നതാണ്? ഈ വിശുദ്ധ വാര ദിനാചരണത്തിൽ കണ്ണിനും കാതിനും ഒക്കെ തന്നെ ഇതുപോലെ ഒരു വാർത്ത കേൾക്കേണ്ടി വന്ന സ്ഥിതി, വിശ്വാസികൾക്ക് ഏറ്റവും നൈർമല്യങ്ങളായിട്ടുള്ള ദിനങ്ങളാക്കി മാറ്റേണ്ടതിന് നേതൃത്വം കൊടുക്കേണ്ട ഒരു വൈദികൻ, കത്തോലിക്ക സഭയിലെ വൈദികൻ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികൻ ഫാദർ ജോസഫ് കുടിയൻ, 67 വയസ്സ് എന്ന വൈദികനെതിരെ ഈ വീട്ടുകാർ കൊടുത്ത പരാതിന്മേൽ കേസെടുത്തിരിക്കുകയാണ് കൊരട്ടി പോലീസ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടി ആകെ അവശനിലയിലായി കാണപ്പെട്ടതിന് ശേഷം അവൻ്റെ അമ്മയെ അറിയിക്കുന്നു. അമ്മ അവൻ്റെ കുടുംബത്തിലെ തന്നെയുള്ള മറ്റൊരു വൈദികനെ അറിയിക്കുന്നു. അതിനുശേഷം തൊട്ടടുത്തുള്ള പള്ളിയിലെ വികാരിയെ അറിയിക്കുന്നു. ആ വികാരി ഇത് കൃത്യമായിട്ട് അരമനയിൽ പോയി പറയാൻ പറയുന്നു. അരമനയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെയുള്ള ഒരു വൈദികൻ പറഞ്ഞത്, ഈ വിഷയത്തിൽ നിങ്ങൾ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ കൂടി പരാതി കൊടുക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതാണ് മനസ്സിലാക്കേണ്ടത്. വിശുദ്ധവാര ദിനാചരണത്തിന്റെ പവിത്ര പോലും മനസ്സിലാക്കാത്ത ഇത്തരത്തിലുള്ള ആളുകളെ കുമ്പസാരിപ്പിക്കാൻ വേണ്ടി പോയതാണ്. ഇനി ആ വിദ്യാർത്ഥിയുടെ മനസ്സിൽ ഈ മൃഗം കോരിയിട്ട ആ കറുത്ത പാട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇവനൊക്കെ എന്താണ് ചെയ്യുക? ഇതേപോലെ സമാനമായ സംഭവം 3 വർഷങ്ങൾക്ക് മുൻപ് നടന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇതേ വിഷയം തന്നെ ആവർത്തിക്കുന്നത്. ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? അല്ല, 10 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ സ്വന്തം പിതാവിനോട് പീഡനം നടത്തിയത് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ച ടീമുകളാണ് ഇവിടെയുള്ള മഹത്തായ അരപ്പട്ട കെട്ടിയ നാഥന്മാരുടെ മഹത്തായ ചില അതിരൂപതകൾ. എന്തായിരുന്നാലും ജോസഫ് കുടിയൻ എന്ന് പറയുന്ന ആൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയാനുള്ളത്, നമ്മുടെ മക്കളെ, നമ്മുടെ പെങ്ങന്മാരെ, നമ്മുടെ അമ്മമാരെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. 90% വരുന്ന നല്ല വൈദികർക്ക്, ജീവിക്കുന്ന വൈദികർക്ക് കളങ്കമായി നിൽക്കുന്ന ഇത്തരക്കാരെ
അതായത് ഒരിക്കലും ഇവരുടെ ജീവിതശൈലിയിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഇത്തരം ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന എത്ര ഉന്നതന്മാരെ ആയിരുന്നാലും വിശ്വാസികളെ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തായിരുന്നാലും തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്കടുത്ത് കൊരട്ടി പ്രദേശത്തിന് അടുത്തുള്ള ഒരു ഇടവകപ്പള്ളിയിലെ കൊരട്ടിക്കടുത്തുള്ള ഒരു ഇടവകപ്പള്ളിയിലെ ഒരു വികാരി, അവൻ്റെ വികാരം തുളുമ്പി ഒരു കുണ്ടൻ കത്തനാരായിട്ട് മാറിയിരിക്കുന്നു. ഇനിയും അടുത്ത ഇടവകളിലേക്കാണ് നിങ്ങൾ വിടുന്നതെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പെങ്ങന്മാരുണ്ട്, ഞങ്ങൾക്ക് അമ്മമാരുണ്ട്, അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞനുജന്മാരുണ്ട്. ആൺപെൺ വ്യത്യാസമില്ലാതെ ചെന്നായ്ക്കളെ പോലെ അവരെ കീറി മുറിക്കാൻ നിങ്ങൾ വന്നാൽ വിശ്വാസികൾ ചാട്ടവാറെടുക്കേണ്ട സമയം നിങ്ങളായിട്ട് ഒരുക്കരുതെന്ന് മാത്രമാണ് പറയാനുള്ളത്. സഭാധികാരികൾ ഇത്തരം വിഷയങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണണം. അതാണ് പറയാനുള്ളത്.